യുദ്ധം അവസാന ഘട്ടത്തിലേക്കെന്ന സൂചന നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ തന്നെ ആദ്യമായാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന തരത്തിലുള്ള നിർണായക പരാമർശവുമായി പുടിൻ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ വിഷയം അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് എന്നതാണ്, അതായി ഞാൻ കരുതുന്നു എന്നതായിരുന്നു പ്രതികരണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജനീവയിൽ നടന്ന ദ്വിദിന സമാധാന ചർച്ചകൾ കാര്യമായ പുരോഗതി ഇല്ലാതെ അവസാനിക്കുകയും ചെയ്തു. പ്രധാനമായും അധീന പ്രദേശങ്ങളിൽ അവിടുത്തെ ചില പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഇരുപക്ഷത്തിനുമിടയിൽ ഭിന്നത തുടരുന്നത്. യൂറോപ്യൻ നേതാക്കളുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണോ എന്ന ചോദ്യത്തിനും പുടിൻ പ്രതികരണം നൽകി. മുൻ ജർമ്മൻ ചാൻസലർ ആകട്ടെ അദ്ദേഹവുമായി ചില ചർച്ചകൾക്ക് താൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായി തന്നെ പുടിൻ വ്യക്തമാക്കുകയാണ്. അതേസമയം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുവാനുള്ള നീക്കങ്ങളുമായി തന്നെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തയ്യാറെടുക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോക രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും അത് വലിയ രീതിയിൽ കുലുക്കിയ, അതായത് ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനത്തിലേക്കാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ റഷ്യയും യുക്രൈനും 3 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിലാണുള്ളത്. റെഡ് സ്ക്വയറിൽ നടക്കുന്ന റഷ്യയുടെ വിക്ടറി ഡേ പരേഡിനോടനുബന്ധിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ വെടിനിർത്തൽ ധാരണ എത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്നുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും ഈ ധാരണയിലേക്ക് എത്തിയത്. പരിപാടിക്ക് തടസ്സമുണ്ടാക്കാൻ യുക്രൈൻ ശ്രമിച്ചാൽ കീവിൽ വൻ ആക്രമണം നടത്തുമെന്നതാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പരേഡിനെ ലക്ഷ്യമിടരുത് എന്നതാണ് യുക്രൈൻ സൈന്യത്തോട് സെലൻസ്കി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഒരു സമാധാന കരാർ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ താൻ യുക്രൈൻ പ്രസിഡന്റിനെ, അതായത് വ്ളാഡിമിർ സെലൻസ്കിയെ കാണുകയുള്ളൂ എന്നതായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതും. വെടിനിർത്തലിന് പുറമെ തന്നെ ഇരുപക്ഷത്തു നിന്നും 1000 തടവുകാരെ കൈമാറുവാനും ധാരണയായതായാണ് വിവരം. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത്. 2014-ൽ പിടിച്ച ക്രൈമിയ ഉൾപ്പെടെ തന്നെ യുക്രൈന്റെ 1/5 പ്രദേശങ്ങൾ നിലവിൽ റഷ്യയുടെ പക്കലാണ്. അതേസമയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ പോലും പരാജയപ്പെടുകയായിരുന്നു. വെടിനിർത്തൽ നടപ്പിലാക്കാൻ അതിന്റെ മേൽനോട്ടം തുടങ്ങിയ കാര്യത്തിൽ ധാരണയായി എന്നും, എന്നാൽ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നതായിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയത്. യുദ്ധത്തിനിടെ റഷ്യ പിടിച്ച യുക്രൈന്റെ വ്യാവസായിക മേഖലയായ ഡോൺബാസ് അടക്കമുള്ള പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ യുക്രൈന്റെ ആ ഒരു പ്രദേശം, അക്കാര്യത്തിൽ പോലും ഇതുവരെയും ഒരു തീർപ്പുണ്ടായിട്ടില്ല. അതേസമയം നിലവിൽ അത് റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.